വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. അപ്പോൾ ഇരുളും വെളിച്ചമായിട്ടൊരു റെസ്ലിംഗ് ഉണ്ട്. എല്ലാ മനുഷ്യൻ്റെ ജീവിതത്തിലും തെറ്റും ശരിയുമായിട്ടൊരു റെസ്ലിംഗ് നടക്കുന്നുണ്ട്. തെറ്റ് ജയിച്ചാൽ, ഇരുട്ട് ജയിച്ചാൽ ജീവിതം അധോഗതിയായി. ശരി ജയിച്ചാലോ, വെളിച്ചം ജയിച്ചാലോ ജീവിതം മാറി. ദൈവദൂതനുമായിട്ട് യാക്കോബ് മല്ലുപിടിക്കുകയാണ്. ദൈവദൂതൻ പറയുകയാണ്, ഉഷസ്സാകുന്നുവല്ലോ, എന്നെ വിടുക. ഈ മല്ലുപിടുത്തം വെറുതെ അല്ല, പ്രത്യേകിച്ച് ദൈവസന്നിധിയിൽ ദൈവവുമായിട്ട് പ്രാർത്ഥനയിൽ മല്ലുപിടിക്കണം, ഉപവാസത്തോടെ മല്ലുപിടിക്കണം. വെറുതെ അല്ല. ഈ മല്ലുപിടിക്കുന്ന സമയത്ത് മാറേണ്ട ഇരുട്ട് നമ്മളിൽ നിന്ന് മാറും. അപ്പോൾ ദൂതൻ പറയും, ഉഷസ്സാകുന്നല്ലോ, വെളിച്ചം വരുന്നല്ലോ എന്ന് ഉള്ളിൽ. അപ്പോൾ യോഹന്നാൻ കൂട്ടിച്ചേർക്കുന്നു, വെളിച്ചം ഇരുട്ടിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കുകയില്ല. അവിടെ ജയം തുടങ്ങുകയാണ്, നിത്യമായ ജയം, എന്നേക്കുമുള്ള ജയം. യെസ്, നിങ്ങൾ വാഴും, ഇരുട്ടിനെ വാഴും, അനേകർക്ക് വെളിച്ചമാവും നിങ്ങൾ. അതുകൊണ്ട് യേശു പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്, മലമേൽ പണിതിരിക്കുന്ന പട്ടണമാണ് നിങ്ങൾ. നിങ്ങളെല്ലാവരും അറിയാൻ പോവാം, നന്മയ്ക്കായിട്ട്, ദൈവമഹത്വത്തിനായിട്ട്.